കണ്ണീരിൽ മുങ്ങിടല്ലേ നീ, നൊന്തു നീരിടല്ലേ നീ, എന്നിലൂറി വന്നൊരൻ ജന്മ ഐസിയുലൊക്കെ കയറിയപ്പോഴേ നമ്മള് അപ്പം ഉമ്മ ആദ്യം ചോദിച്ചു തന്നെയായിരുന്നു എന്തെന്തു നൽകുമെന്നു ഞാൻ വെന്ത് പോ. അപ്പൊ ഇന്ന് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിനൊടുവില് നമ്മുടെ അമ്മ തിരിച്ചു വരാൻ പോവാണ് അല്ലേ? ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ഓപ്പറേഷന് ശേഷം സൈബ കണ്ടിട്ടേ ഇല്ല. സൈബ ഉമ്മനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ സൈബ? അപ്പം അങ്ങനെയുള്ള സൈബനെ ഞാൻ ഇന്ന് ഉമ്മനെ സൈബക്ക് കാണിച്ചു കൊടുക്കാൻ പോവാണ്. വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താ പറയാ നേരിട്ട് കണ്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സൈബക്ക് ഞാൻ ഇമ്മനെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യുക ആ ഒരു മൊമെന്റിനായിട്ട് അല്ലെ സൈബ? സൈബ എക്സൈറ്റഡ് ആണോ? ഇമ്മ കാണുന്നുണ്ടെങ്കിൽ സൈബനെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് വരെ അമ്മ ചോദിച്ചിട്ടുണ്ട് സൈബ എവിടെയെന്നുള്ളത്. അങ്ങനെയുള്ള സൈബനാണ് ഇന്ന് കാണിച്ചു കൊടുക്കാൻ പോണത്. ഇമ്മനെ സൈബക്ക് ഇമ്മനെയും ഒക്കെ കാണിച്ചു കൊടുത്ത് ആ ഒരു ഇവർ രണ്ടാളി ഇമോഷൻ സാധനം എന്താന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? എക്സൈറ്റഡ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ. എന്ത് സാധനം? ആർക്കാണ്? ഞാൻ പൈസ അല്ലേ? എടുത്തുക്കണോ? ആരെ കുഞ്ചിന്ന്? അങ്ങനെ ഓക്കെ. ഇമ്മ ഇല്ലാതായപ്പോളേ 2-3 ദിവസം അമ്മ ഹോസ്പിറ്റലിലായില്ലേ? അപ്പൊ എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തത് വീട്ടില്? എനിക്ക് എന്താ പറയാ, ഒരാള് ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത്. പിന്നെ എന്താ പറയാ, ഉമ്മച്ചില്ലാത്തതിന്റെ ഒരു മിസ്സിങ് ഫീൽ ചെയ്ത്. പിന്നെ എനിക്ക് ഫുഡ് കാര്യങ്ങള് അങ്ങനെ ശരിയാവണില്ല. എന്താ വെച്ചാല് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തരുന്നോണ്ടാണ് ഇപ്പൊ 2-3 ദിവസമായി ഞാൻ മര്യാദക്ക് ഫുഡ് കഴിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് അങ്ങോട്ട് എയിമായി ഉണ്ടാക്കണ ഫുഡിന്റെ ഒരു ഇത്, അതൊരു ഇതാണ്. എന്താണ് പറയാ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഇമ്മനെ മിസ് ചെയ്തത് എനിക്ക് വല്ലാണ്ട് അല്ലേ? ഉമ്മച്ചിനെ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ? അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് നല്ല മിസ് ചെയ്ത്. അപ്പൊ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തേനി. വീഡിയോ കോൾ ചെയ്തല്ലേ ഈ? അപ്പൊ എനിക്ക് എന്താ തോന്നി? ഉമ്മനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കണ്ടിട്ട് അപ്പൊ ഉമ്മച്ചി കരഞ്ഞ? ഇജ് കരഞ്ഞില്ലേ? ഉമ്മച്ചിയല്ല കരഞ്ഞ, ഇയ്യാണ് ആദ്യം കരഞ്ഞേ. ഇയ്യാണ് ആദ്യം കരഞ്ഞേ. അപ്പൊ എനിക്ക് എന്താ ഫീൽ ചെയ്തത് ഉമ്മ കരഞ്ഞപ്പോ? അത് അന്നെ ഉമ്മ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറിയപ്പോളേ, ഐസിയുലൊക്കെ കയറിയപ്പോളേ നമ്മള്. അപ്പം ഉമ്മ ആദ്യം ചോദിച്ചു തന്നെയായിരുന്നു. കണ്ണീരിൽ മുങ്ങിടല്ലേ നീ, നൊന്തു നീരിടല്ലേ നീ, എന്നിലൂറി വന്നൊരൻ ജന്മപുണ്യമേ, എന്തെന്തു നൽകുമെന്നു ഞാൻ വെന്ത് പോയ ലോകമോ, എൻ കിനാവിൻ തീരമോ. അങ്ങനെ സൈബക്ക് റോസാപ്പൂ ഉമ്മക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് റോസാപ്പൂ മേടിച്ചിട്ടുണ്ട് സൈബ. ഇനി ചോക്ലേറ്റ് അല്ലേ? ഇതെന്തിനാണ്? അത് വേണോ? അപ്പൊ അങ്ങനെ എന്തായാലും ബേക്കറിയിൽ പോയിട്ട് ഒരു എനിക്കും വാങ്ങി തന്നെ ആണോ? എല്ലോ ആയില്ലേ? നീ കുഴപ്പമില്ലല്ലോ. ഇനി ഉമ്മന്റെ അടുത്ത് പോവാ. പോവാ. അപ്പൊ നമ്മൾ ഉമ്മന്റെ അടുത്തേക്ക് പോവാണ്. നിങ്ങൾ എന്തായാലും നമ്മുടെ ഇമ്മനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതും അത് കഴിഞ്ഞിട്ടുള്ള രംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോവാ. അപ്പോത്തിന് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിട്ടില്ലേ? ഉമ്മനെ പോയിട്ട് സൈബനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് അല്ലേ? ആണോ? അറിയാം. എന്നാലും ഉമ്മനെ കാണുമ്പോ ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ട് വാട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് റൂമൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ അമ്മ? ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതേമാതിരി ചെസ്റ്റ് എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പം നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. റൂമിൽ അതേമാതിരി ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം ഡീസൻറ്റ് റൂമാട്ടോ, കുഴപ്പമില്ലാത്ത റൂമാണ്. അതേമാതിരി ഇമ്മൻ്റെ ഫുഡ് വന്നിട്ടുണ്ട് അല്ലേ അമ്മ? കുറച്ച് മുന്നേ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വന്ന് പേഷ്യൻറ്റിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ക്യാൻറ്റീനിൽ നിന്ന് ഇവിടേക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഫുൾ സെറ്റപ്പ് ആണ്. എന്തായാലും നഴ്സുമാരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിലമർത്തിയാൽ മതി. അതെ നേഴ്സുമാരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ആരില്ലാന്നുണ്ടെങ്കിൽ നേഴ്സുമാരെ പെട്ടെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ അമർത്തി കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റും അല്ലേ? അത്യാവശ്യം ഡീസൻറ്റ് റൂമാണ്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടാക്കൊക്കെ എടുക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ബൈസ്റ്റാൻഡർ ഒരാളാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. അങ്ങനല്ല, ഐ മീൻ ഒരാൾക്കുള്ള സ്പേസ് ആണ് എപ്പോഴും കൊടുക്കുകയെന്ന്. അപ്പൊ അതെന്തായാലും ഡീസെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ അടിപൊളി കേട്ടോ. ശരിക്കും ഇപ്പൊ പറയേണ്ട സാധനമല്ല, എന്നാലും ഇതാക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. നല്ല കോട്ടക്കൽ മിംസിലാണുള്ളത്. ഇതൊക്കെയാണ് ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വാഷ് ബേസിന് അതേമാതിരി നമുക്ക് ടി വി ആണ്. ടി വി ഉണ്ട് ഇവിടെ. പിന്നെ നല്ല അടിപൊളി ഡീസന്റ് ബാത്റൂം ആട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ബാത്റൂം. നല്ല വലിപ്പമുണ്ട് കേട്ടോ ബാത്റൂം. നല്ല ക്ലീൻ നീറ്റ് ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഹൈജീൻ ആയിട്ടോ വെച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ ഒരു ഷെൽഫ് ഇവിടെ ഉണ്ട് കണ്ടോ, ഒരു ഷെൽഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ എക്സ്റേ കാര്യങ്ങൾ, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ, ബ്ലഡൊക്കെ ഒരുപാട് കുപ്പിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് കുറേ ഇതേമാതിരത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടത്താനുണ്ടാവുക. നാളെയാണ് നമ്മളെ ഓപ്പറേഷൻ്റെ ഡേ വരുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇവർ തന്ന ഫുഡ് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കട്ടോ. ഒരു പേരുണ്ട്. ഇതെന്താ ക്യാബേജിൻ്റെ തന്നല്ലേ? ക്യാബേജിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതെന്താ സാധനം ആണ്, തോരനാണെന്നുണ്ട്. കുറച്ച് ചോറുണ്ട്. ഇവർക്കുള്ള ഡയറ്റിനനുസരിച്ചാട്ടോ ഫുഡ് കൊടുക്കുക. ഇവർക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ് അതിനനുസരിച്ചായിരിക്കും അല്ലേ അമ്മ? അല്ലേ? അങ്ങനല്ല പറഞ്ഞേ? ഞാൻ കഴിക്കുന്നതിന് തോരൻ ഉണ്ടാവും തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ കുറച്ച് വളരെ കുറവല്ലേ. നിങ്ങൾക്ക് വേണ്ടി കഴിച്ചാൽ മതി. പക്ഷെ അവര് അതിനനുസരിച്ചുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഫുഡ് തരിക പേഷ്യൻസിന്. ഞാൻ സൈബനെയും ഇപ്പനെയും കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഇന്ന് 6 മണിക്ക് 6:30ക്കാണ് മറ്റേ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുള്ളത്. സോ ഇന്നലെ നൈറ്റ് ഞാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 8 മണി ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. രാത്രിയൊക്കെ ആയപ്പോൾ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സോ എന്തായാലും നമുക്ക് പോയൊക്കെ അല്ലേ? കണ്ണീരിൽ മുങ്ങിടല്ലേ നീ, നൊന്തു നീരിടല്ലേ നീ, എന്നിലൂറി വന്നൊരൻ ജന്മപുണ്യമേ, എന്തെന്തു നൽകുമെന്നു ഞാൻ, വെന്ത് പോയ ലോകമോ, എൻ കിനാവിൻ തീരമോ. നല്ല മോർണിംഗിൽ സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ട് ഇമ്മതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇല്ലമ്മ അല്ലേ? ഇഡ്ലിയും അതേമാതിരി തന്നെ സാമ്പാറുണ്ട്, നല്ല ചട്നി ഉണ്ട്, നല്ല അടിച്ചുപൊളി ഫുഡ് തന്നെ. ചായയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അതായത് രോഗികൾക്കുള്ള എല്ലാ ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യും. ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. രോഗിൻ്റെ കൂടെ ഉള്ളവർ വേണമെന്നുണ്ടെങ്കിൽ പോയി കഴിക്കാം, ഇവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരില്ലേ. രോഗിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയും അടിപൊളി സർവീസ് ആട്ടോ ആസ്റ്റർ മിംസ് കോട്ടക്കൽ. സോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് നമ്മളെ രോഗിനെ. രോഗിയല്ല ഇപ്പം അടിപൊളിയായി, നമ്മ ഭയങ്കര ഉഷാറായില്ലമ്മ. നമ്മള് അങ്ങനെ ഉമ്മാന്റെ സർജറി ഒക്കെ ഉണ്ടായിരുന്നത് ആസ്റ്റർ മിംസ് കോട്ടക്കലിലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അകലെ കോട്ടക്കല് ആസ്റ്റർ മിംസിൽ എത്തിയിട്ടുണ്ട്. സോ ഉള്ളിൽ കയറിയൊക്കെ അല്ലേ സൈബ? സൈബ എക്സൈറ്റഡ് ആണോ?
എന്തെന്തു നൽകുമെന്നു ഞാൻ വെന്ത് പോയലോ. അപ്പൊ റോഷുകാർക്ക് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. ഫ്ലവർ വാങ്ങിയതാ ഒറിജിനലാ. മണത്തോക്ക് മണമൊന്നും ഉണ്ടാവില്ല. തിരിച്ചിരിക്കും.